ചില മാസങ്ങൾക്ക് മുൻപ് റഷ്യ ഒരു വലിയ വാണിംഗ് കൊടുത്തു. 20 ദിവസത്തിൽ ഉക്രൈന്റെ F-16 യുദ്ധവിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തുമെന്ന്. ആ ഒരു വാണിംഗിന് ശേഷം ഉക്രൈൻ പറഞ്ഞത്, ഞങ്ങൾ ഇതിനൊന്നും ഭയപ്പെടില്ല, ഞങ്ങൾ F-16 വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് ഈ യുദ്ധത്തെ തന്നെ തലകീഴാക്കി മാറ്റുമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അടുത്തിടെ ഉക്രൈന്റെ എയർബേസിന്റെ വളരെ പ്രധാനപ്പെട്ട അധികാരി ഞങ്ങൾ F-16 യുദ്ധവിമാനങ്ങൾ ഞങ്ങളുടെ യൂറോപ്യൻ യൂണിയൻ പാർട്ട്നേഴ്സ് കൺട്രീസിൽ ഓപ്പറേറ്റ് ചെയ്യും, ഉക്രൈനിലേക്ക് അത് കൊണ്ടുവരില്ല എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഈ സ്റ്റേറ്റ്മെന്റിലൂടെ പറഞ്ഞു വരുന്നത് ഉക്രൈന്റെ ഫൈറ്റർ ജെറ്റ്സ് എല്ലാം പാശ്ചാത്യ രാജ്യങ്ങളെ ടെറിട്ടറിക്കുള്ളിലായിരിക്കും വച്ചിരിക്കുക. കാരണം ഉക്രൈന്റെ എല്ലാ എയർബേസിനെയും റഷ്യയെ കൊണ്ടിപ്പോ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഈ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് അവർ എന്ത് പറയാൻ ഉദ്ദേശിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഒരു യുദ്ധത്തിൽ നാറ്റോ നാടുകൾ വരാൻ തയ്യാറായി എന്നാണ്. ഇതിൽ റഷ്യയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതും, ഇതിനെ തുടർന്ന് ഇന്ത്യ, ഇറാൻ ഈ രണ്ട് നാടുകൾ എത്ര തന്നെ സൗഹൃദ നാടായിരുന്നാലും ഈ രണ്ട് നാടുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആയുധങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്നലെ ഹെർമിസ് 900 എന്ന ഇസ്രയേലിയൻ ഡ്രോണിനെ ഹിസ്ബുള്ള വെടിവെച്ച് വീഴ്ത്തി. ഈ ഒരു സംഭവത്തിൽ ഹെർമിസ് 900 ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചതാണ്. ഹിസ്ബുള്ള ഉപയോഗിച്ച മിസൈൽ എന്നത് ഇറാൻ നിർമ്മിച്ചതാണ്. ഈ രണ്ട് സംഭവങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി ഈ വീഡിയോയിലൂടെ കാണാം. ആദ്യത്തെ കാര്യം, റഷ്യ ഉക്രൈൻ സംഭവത്തിൽ നിന്ന് തുടങ്ങാം. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഉക്രൈൻ പറഞ്ഞത്, F-16 എന്ന യുദ്ധവിമാനം ഞങ്ങൾക്ക് ലഭിച്ചാൽ ഈ യുദ്ധത്തിനെ ഞങ്ങൾ തലകീഴാക്കി മാറ്റും എന്ന്. എന്നാൽ റഷ്യ അവർക്ക് അതിനുള്ള ഉത്തരമെന്ന വണ്ണം ഒരു ട്രെയിലർ കാണിച്ചു കൊടുത്തു. ഉക്രൈന്റെ എല്ലാ വ്യോമസേനാ താവളത്തെയും റഷ്യ അറ്റാക്ക് ചെയ്തു. ഇതിലൂടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഈ F-16 കൊണ്ടുവന്ന് ഈ എയർബേസിലല്ലേ നിർത്താൻ പോകുന്നത്, ഈ എയർബേസിന് ഞങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളപ്പോൾ F-16 അകത്തേക്ക് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ഗുണവുമില്ല, പറഞ്ഞു വന്നാൽ നിങ്ങൾക്കത് പ്രതികൂലമായി ബാധിക്കുകയുള്ളൂ. ഇങ്ങനെ റഷ്യ ഉക്രൈന് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ഉക്രൈൻ തീരുമാനിച്ചത്, F-16 വിമാനങ്ങൾ ഞങ്ങളുടെ എയർബേസിൽ നിർത്തിയാലല്ലേ നിനക്ക് നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, ഞാൻ തൊട്ടടുത്തുള്ള കൺട്രിയുടെ എയർബേസിൽ അതിനെ നിർത്തിയിരിക്കാം എന്ന് പറഞ്ഞ് റൊമേനിയ, ലിത്വാനിയ പോലുള്ള നാറ്റോ കൺട്രീസിൽ കൊണ്ടുപോയി ഈ വിമാനങ്ങളെ നിർത്താമെന്ന് ഉക്രൈന്റെ എയർബേസ് പ്രധാന അധികാരി തന്നെ അറിയിപ്പ് കൊടുത്തു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടതും റഷ്യയുടെ പ്രതികരണം, നിങ്ങൾ റഷ്യൻ പ്രദേശങ്ങളിൽ അറ്റാക്ക് നടത്താൻ ഒരു യുദ്ധവിമാനമോ ഒരു ആയുധമോ നിങ്ങളുടെ എയർബേസിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് നാറ്റോ എയർബേസിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് മുഴുവൻ അധികാരവുമുണ്ട്. ഞങ്ങൾ നാറ്റോ നാടുകളെ ആക്രമിക്കരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. നാറ്റോ നാടുകൾ എന്ന് പറയുമ്പോൾ ചെക്ക് റിപ്പബ്ലിക്, പോളണ്ട്, റൊമാനിയ പോലുള്ള കൺട്രീസിനെ ആക്രമണം നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ കൺട്രീസിൽ നിന്നും ഒരു ആയുധം റഷ്യക്ക് എതിരായി നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുവെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ തീവ്രമായ ഒരു ആക്രമണം നടത്തും. ആ ഒരു എയർബേസിലുള്ള F-16 ഞങ്ങൾ നശിപ്പിക്കുമെന്ന് റഷ്യയുടെ പുടിൻ പറഞ്ഞു. മാത്രമല്ല, റഷ്യയിലെ വളരെ പ്രധാനപ്പെട്ട ഡിഫൻസ് ഓഫീഷ്യൽസ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവരെല്ലാവരും ഇങ്ങനെ വാണിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉക്രൈനിലെ വ്യോമസേന ഓഫീഷ്യൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. അതിലൂടെ നാറ്റോ കൺട്രീസിനും റഷ്യയ്ക്കും ഇടയിലുള്ള ആ ഒരു യുദ്ധത്തിന്റെ വിടവ് വളരെ ചുരുക്കി കൊണ്ടുവരികയാണ്. അവർ തമ്മിലുള്ള യുദ്ധത്തെ വളരെ അടുത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഇതിനെ എങ്ങനെയാണ് വെസ്റ്റേൺ കൺട്രീസ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കിയാൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും അഡീഷണൽ ആയി ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവർ പറയുന്നത്, ഇപ്പൊ ഒരു 100 F-16 യുദ്ധവിമാനങ്ങൾ ഉക്രൈന് നൽകുന്നു എന്ന് വിചാരിച്ചാൽ പോലും ഈ 100-ൽ 70, 30 എന്ന് രണ്ടായി തിരിച്ച് 30 യുദ്ധവിമാനങ്ങൾ ഉക്രൈനിലേക്ക് കൊടുക്കും. ഉക്രൈൻ അവരുടെ നാട്ടിൽ നിന്നും അത് ഓപ്പറേറ്റ് ചെയ്ത് ഈ ഒരു യുദ്ധവിമാനം വഴി റഷ്യക്കെതിരെയുള്ള അറ്റാക്ക് നടത്തും. ബാക്കിയുള്ള 70 യുദ്ധവിമാനങ്ങളും തൊട്ടടുത്ത നാറ്റോ നാടുകളിൽ നിർത്തിയിട്ടിരിക്കും. അതും വെറുതെ അവിടെ നിർത്തിയിട്ടിരിക്കുക മാത്രമാണ് ചെയ്യുക. ഈ യുദ്ധവിമാനങ്ങളെ ആ സമയം ഉക്രൈൻ ഉപയോഗിക്കില്ല. ഒരു പക്ഷേ യുദ്ധകളത്തിൽ 30 വിമാനങ്ങളിൽ ഏതിനെങ്കിലും ഒന്നിനെ റഷ്യൻസ് വെടിവെച്ച് വീഴ്ത്തിയാൽ ആ ഒരു യുദ്ധവിമാനത്തെ റീപ്ലേസ് ചെയ്യാൻ നാറ്റോ നാടുകളിലുള്ള ഒരു യുദ്ധവിമാനം ഉടൻ തന്നെ വരും. ഉക്രൈന്റെ എയർബേസിൽ യുദ്ധവിമാനം നിർത്തിവെച്ചാൽ ഡേഞ്ചർ എന്നത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നാറ്റോ കൺട്രീസിൽ വിമാനങ്ങൾ നിർത്തിയിരിക്കുന്നത്. എന്നാൽ അതേസമയം ഈ നാറ്റോ കൺട്രീസിൽ നിന്നും ഡയറക്റ്റ് ഈ ഒരു വിമാനത്തെ റഷ്യക്ക് എതിരെ ഓപ്പറേറ്റ് ചെയ്യാതെ അതിനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയി ഉക്രൈന് റിലീസ് ചെയ്ത് ഉക്രൈൻ തന്നെ ഓപ്പറേറ്റ് ചെയ്യും. ഇതിനെ ഒരു നയതന്ത്രപരമായി നോക്കിയാൽ നാറ്റോ സംബന്ധിച്ച്, ഞങ്ങൾ അത് ഡയറക്റ്റ് ഞങ്ങളുടെ എയർബേസിൽ നിന്നും വിമാനത്തെ ഉക്രൈന് നൽകുന്നില്ല, ഞങ്ങളത് ട്രാൻസ്ഫർ മാത്രമാണ് ചെയ്യുന്നത്, ഞങ്ങളൊരു ഹബ്ബ് പോലെ പ്രവർത്തിക്കുന്നു, ഞങ്ങൾ ഡയറക്റ്റ് ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് നാറ്റോ നാടുകൾ പറയുന്നു. റഷ്യ നാറ്റോ നാടുകൾക്കെതിരെ ഒരു അറ്റാക്ക് നടത്തുകയാണെങ്കിൽ അവർക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് നൽകാൻ സാധിക്കും. ഞങ്ങൾ ഒന്നും തന്നെ ചെയ്തില്ല എന്ന അവസ്ഥയിൽ നിങ്ങൾ ഞങ്ങളെ അറ്റാക്ക് ചെയ്തുവെന്ന് റഷ്യക്കെതിരെ ഞങ്ങൾക്ക് തീവ്രമായ ഒരു നടപടി എടുക്കാൻ സാധിക്കും.
നയതന്ത്രപരമായി നമുക്കിതിനെ കാണാൻ സാധിക്കും. പക്ഷേ ഇത് റഷ്യ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അവർ പറയുന്നതനുസരിച്ച് നോക്കുമ്പോൾ അവർ ഡയറക്റ്റ് F-16 സപ്ലൈ ചെയ്യുന്നില്ല എന്ന് വരുമ്പോൾ അതിനെ നമുക്ക് നയതന്ത്രപരമായി എടുക്കാം. എന്നാൽ സത്യത്തിൽ യുദ്ധകളത്തിൽ നോക്കിയാൽ അവിടെയുള്ള യുദ്ധവിമാനങ്ങൾ തന്നെയല്ല ഇവിടേക്ക് വരുന്നത്. അതിനാൽ റഷ്യ ഇത് സമ്മതിക്കുമോ എന്നുള്ളത് അറിയില്ല. ഇതെങ്ങനെ ഡെവലപ്പ് ആകുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണാം. പക്ഷെ എങ്ങനെ ആയാലും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഉക്രൈന്റെ എല്ലാ വ്യോമസേന താവളത്തെയും റഷ്യക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളപ്പോൾ F-16 അകത്തേക്ക് വരുമ്പോഴും അത് വലിയൊരു ഗെയിം ചേഞ്ചറായൊന്നും മാറില്ല. നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു, അതിപ്പോ സത്യമായി. ഉക്രൈൻ അവരുടെ വാഗുകൊണ്ട് തന്നെ പറഞ്ഞു, F-16 ഞങ്ങളുടെ എയർബേസിൽ വച്ചിരുന്നാൽ അത് ഞങ്ങൾക്ക് സൂക്ഷിക്കാനാകില്ല എന്ന്. അതിനാൽ ഇത് നല്ലൊരു ഉദാഹരണം തന്നെയായി. അടുത്ത് ഇസ്രായേലിലേക്ക് വരാം. ഹെർമിസ് 900 എന്ന ഡ്രോൺ ഒഫൻസീവിനും സർവൈലൻസിനും ഉപയോഗിക്കും. ഈ ഒരു ഡ്രോണിനെ എൽബിറ്റ് എന്ന കമ്പനിയാണ് നിർമ്മിക്കുന്നത്. ഈ ഒരു കമ്പനി അദാനി എന്ന നമ്മുടെ ഇന്ത്യൻ കമ്പനിയുമായി കൊളാബറേറ്റ് ചെയ്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഈ ഒരു ഡ്രോൺസ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഈ ഗാസ യുദ്ധം ആരംഭിച്ചത് മുതൽ ഏകദേശം 20-ൽ കൂടുതൽ ഹെർമിസ് 900 ഡ്രോൺസ് ഇന്ത്യൻ അദാനി ഗ്രൂപ്പിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പോലും കണ്ടതാണ്. ഇപ്പോൾ ഈ ഡ്രോൺ എല്ലാം ഇസ്രായേൽ അവരുടെ ശത്രുനാടുകൾക്കെതിരെ ഉപയോഗിക്കുമ്പോൾ അത് പലതവണ ഹിസ്ബുള്ള വെടിവെച്ച് വീഴ്ത്തി. അതിൽ വളരെ ലേറ്റസ്റ്റ് ആയി നടന്ന സംഭവമാണ് സഖർ 358 എന്ന് പറയപ്പെടുന്ന ഇറാൻ നൽകിയ ഒരു സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഉപയോഗിച്ച് ഹിസ്ബുള്ള ഇന്നലെ ഹെർമസ് 900 വെടിവെച്ച് വീഴ്ത്തി. അതിന്റെ വീഡിയോ ഫോട്ടോ എല്ലാം റിലീസായി, ലൈവായി തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവരത് വെടിവെച്ച് വീഴ്ത്തുന്ന ഫുട്ടേജ്. ഈ ഒരു ഫുട്ടേജ് റിലീസായതിനു ശേഷം ഹിസ്ബുള്ള വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞു, നോക്കുക, ഞങ്ങൾ ഇസ്രായേലിന്റെ വലിയൊരു ആയുധത്തെ വെടിവെച്ച് വീഴ്ത്തിയെന്ന് അവരുടെ ഭാഗത്ത് നിന്നും പറയുന്നു. മറ്റൊരു ഭാഗത്ത് വ്യക്തമായി നോക്കിയാൽ മനസ്സിലാകും, ഹെർമിസ് 900 ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധം അത് നമ്മൾ മുഴുവനായും നിർമ്മിച്ചിട്ടില്ല. എൽബിറ്റ് എന്ന ഒരു ഇസ്രായേൽ ഗ്രൂപ്പുമായി കൊളാബ് ചെയ്താണ് നിർമ്മിച്ചത്. എന്നാൽ ഹെർമിസ് 900 ഇന്ത്യയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ആയുധത്തിനെ ഇറാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആയുധം വന്ന് വീഴ്ത്തുന്നു. എന്നാൽ ഇന്ത്യയും ഇറാനും തമ്മിൽ നല്ലൊരു ബന്ധത്തിലാണ്. ഇറാനിലുള്ള ഒരു പോർട്ട് ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. അത് മാത്രമല്ല, യൂറോപ്പുമായി ട്രേഡ് വയ്ക്കാനായി ഇറാൻ, റഷ്യ, ഇന്ത്യ ഈ 3 നാടുകളും ഒരുമിച്ച് ഒരു എക്കണോമിക് കോറിഡോർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ഭാഗത്ത് നോക്കിയാൽ ഈ 3 നാടുകളും സൗഹൃദത്തിലാണ്. ഇന്ത്യ ഇറാൻ ബന്ധം എന്നുള്ളത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗം നോക്കിയാൽ ഇന്ത്യ ഇറാന്റെ ആയുധങ്ങൾ ബാറ്റിൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ബാധിക്കപ്പെടുന്നതും ജീവൻ നഷ്ടമാകുന്നതും ഇന്ത്യയുടെ ജനങ്ങളോ അല്ലെങ്കിൽ ഇറാന്റെ ജനങ്ങളോ അല്ല, മിഡിൽ ഈസ്റ്റിലുള്ള പാവപ്പെട്ട ജനങ്ങൾക്കാണ്. ഇതാണ് ഗ്ലോബൽ പൊളിറ്റിക്സ്. ഇറാന് നന്നായി അറിയാം ഇസ്രായേലിന്റെ ഹെർമസ് 900 ഡ്രോൺ സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യയാണെന്ന്. അത് അറിഞ്ഞിരുന്നിട്ടും ഇന്ത്യയുമായി ഇത്രയേറെ ബന്ധം പുലർത്തുമ്പോൾ അതുവഴി നോക്കേണ്ടത് അവർ അവരുടെ നാടിന് എന്തൊക്കെയാണോ ആവശ്യം, എന്താണോ നല്ലത്, നല്ലതല്ലാത്തത്, ഇതിൽ മാത്രമാണ് അവർ ശ്രദ്ധ ചെലുത്തുന്നത്. ഇത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇറാനെ സംബന്ധിച്ച് ഇന്ത്യ ഒരു വലിയ ഓയിൽ കൺസ്യൂമർ ആണ്. ഇന്ത്യ അവർ കയ്യിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അവരുടെ ഓയിൽ സെയിൽ ചെയ്ത് ഏതൊരു പാശ്ചാത്യ രാജ്യങ്ങളുമായും അവർക്ക് കോണ്ടാക്റ്റിൽ ഏർപ്പെടാം. ഏതൊരു നാടിന് മുൻപിലും അവർക്ക് തലകുഞ്ഞി നിൽക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യ ഒറ്റ നാട് മാത്രം മതി ഇറാന്റെ മുഴുവൻ ഓയിലും വാങ്ങി ഇറാന് നല്ലൊരു സമ്പത്ത് കൊടുക്കാൻ. എന്നാൽ അതേസമയം ഇന്ത്യക്കും ചീപ്പായ റേറ്റിൽ ഓയിൽ ഇറാനിൽ നിന്നും കിട്ടുന്നുണ്ട്. ഈ 2 കൺട്രീസും അവരുടെ നാടിന് ഏതാണോ നല്ലത് അത് മാത്രം നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ കാരണം മറ്റു നാടുകൾക്ക് നടക്കുന്ന പ്രശ്നങ്ങളെ അവർ ശ്രദ്ധിക്കുന്നില്ല. അടുത്തത്, ചരിത്രത്തിൽ ഇതുവരെയും നടക്കാത്തതുപോലെ ലെബനനുള്ളിലേക്ക് ഡീപ്പായി കടന്നുപോയി ഇസ്രായേൽ അവരുടെ എയർ സ്ട്രൈക്ക് ചെയ്തു. ഈ ഒരു എയർ സ്ട്രൈക്കിനെ ഓപ്പറേഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ ഈ എയർ സ്ട്രൈക്ക് നടന്ന ഭാഗത്ത് ഒരു കോൺവോയ് ഓഫ് ട്രക്ക് പോയി. അതാണ് അവരുടെ ടാർഗറ്റ്. ഈ ഒരു കോൺവോയിൽ ഹെസ്ബുള്ളയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആയുധങ്ങൾ വന്നത് ഇറാന്റെ പക്കൽ നിന്നാണ് വന്നത്. ഇറാനിൽ നിന്നും ഇറാഖ്, സിറിയ വഴി റോഡ് വഴി ട്രക്കിൽ ഈ ഒരു ആയുധങ്ങൾ ഹെസ്ബുള്ളയിലേക്ക് പോയിക്കൊണ്ടിരുന്നു, ലബനിലേക്ക്. ഇപ്പോൾ ഈ ഒരു ട്രക്ക് അവർ സിറിയയിൽ നിന്നും ലബനിലേക്ക് ക്രോസ് ചെയ്ത ഉടനെ വെറും 5 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഉടൻ തന്നെ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ വന്ന് ഈ ഒരു കോൺവോയ് തകർക്കുന്നു. മുഴുവനായും നശിച്ചു. അതിലുള്ള ആയുധങ്ങളെല്ലാം നശിച്ചു. ഇപ്പോൾ ഈ ഒരു ട്രക്കിന്റെ മൂവ്മെന്റ് ആയാലും ഈ ഒരു ട്രക്കിനെ എവിടെ അടിച്ചാൽ നശിക്കും എന്നുള്ള പൊസിഷൻസ് എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയി കൊടുത്തത് ഈ ഹെർമിസ് 900 പോലുള്ള സർവൈലൻസ് ഡ്രോൺ ആണ്. എത്ര ഹെർമിസ് 900 വെടിവെച്ച് വീഴ്ത്തിയാലും അവർക്ക് പ്രശ്നമേ അല്ല. കാരണം അവിടെ അവർക്ക് ആ ഒരു ഉപകരണം മാത്രമേ നഷ്ടമാകുന്നുള്ളൂ. മനുഷ്യരുടെ ജീവനൊന്നും അവിടെ പോകുന്നില്ല. വെറും ആയുധങ്ങൾ മാത്രമാണ് അതൊക്കെ. എന്നാൽ ഹെസ്ബുള്ള അതിനെ വെടിവെച്ച് വീഴ്ത്തുന്നതിന് മുൻപ് അതിൽ നിന്നും കിട്ടിയ വിവരമാണ് വളരെ വിലപ്പെട്ടതായി മാറിയത്. ആ ഒരു ഇൻഫർമേഷൻ ഉപയോഗിച്ചാണ് ഈ ഒരു കോൺവോയ് അവർക്ക് വെടിവെച്ച് നശിപ്പിക്കാൻ സാധിച്ചത്. അതിലുള്ള എല്ലാ ആയുധങ്ങളും ഹെസ്ബുള്ളയിലേക്ക് എത്തിക്കേണ്ടതായിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ നശിച്ചു. ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.